നമ്മൾ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തിരിച്ചു പോവുകയാണ്. പഹൽഗാം ആക്രമണത്തിലെ ഭീകരരുടെ ദൃശ്യങ്ങൾ മലയാളിയുടെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞു. ആക്രമണത്തിന് 4 ദിവസങ്ങൾ മുൻപുള്ള ദൃശ്യമാണ് പുറത്തു വന്നത്. പൂനെയിൽ സ്ഥിരതാമസമാക്കിയ ശ്രീജിത്ത് രമേശനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ആ ദൃശ്യം കാണാം. ഈ ഭീകരാക്രമണത്തിന് 4 ദിവസങ്ങൾ മുൻപുള്ള ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. ഈ ശ്രീജിത്ത് NIAക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ അന്വേഷണ ഏജൻസി വിശദമായി തന്നെ പരിശോധിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദിൽ പാലോട് ചേരുന്നുണ്ട്. അതിൽ ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളുടെ ഫോട്ടോയും ഇതും വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം സാമ്യം തോന്നുന്നത് തന്നെയാണ്. പക്ഷെ ഒരു സ്ഥിരീകരണം അത് ആവശ്യമാണ്. എന്തായാലും NIAയുടെ അന്വേഷണം ഈ ശ്രീജിത്തിൽ നിന്ന് എന്തൊക്കെ മൊഴിയെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇതൊരു നിർണായക ദൃശ്യമായി മാറാനുള്ള സാധ്യതയുണ്ട് അല്ലേ അതിൽ? നിർണായക തെളിവായി മാറാൻ സാധ്യതയുള്ള ദൃശ്യങ്ങളാണ് മലയാളി കൂടിയായ ശ്രീജിത്ത് രമേശൻ പകർത്തിയത് എന്ന് പറയേണ്ടി വരും. ചെറിയ മകൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ വീഡിയോ സ്വാഭാവികമായി പകർത്തുകയായിരുന്നു. ഈ ആക്രമണത്തിന് 4 ദിവസം മുമ്പുള്ള ദൃശ്യമാണിത്. 4 ദിവസം മുൻപ് ബൈസറിലെത്തിയ ശ്രീജിത്ത് കുഞ്ഞ് ഡാൻസ് കളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി. അതിന് പിന്നാലെ 2 പേർ പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പിന്നീട് ഇവർ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു 2 പേർ പോകുന്നു. അവർക്ക് സൈന്യവും CRPFും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്കെ പുറത്തുവിട്ട ഭീകരരുടെ ഒരു മുഖഛായ ഉണ്ടെന്ന് ശ്രീജിത്തിന് തന്നെ തോന്നുന്നത്. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. NIA ഇത് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിർണായകമായ ഒരു തെളിവിലേക്ക് അന്വേഷണ സംഘം എത്തും എന്നുള്ളതാണ്. ഭീകരർ സ്ഥലം മനസ്സിലാക്കാനും സാഹചര്യങ്ങൾ പഠിക്കാനുമായി 4 ദിവസം മുൻപ് ഭീകരാക്രമണത്തിന് തയ്യാറെടുപ്പുകളുമായി ബൈസരൺ വാലിയിൽ എത്തിയിട്ടുണ്ടാകാം എന്ന സാധ്യതയിലേക്കാണ് എങ്കിൽ വിരൽ ചൂണ്ടേണ്ടി വരുന്നത്. ഒരു മൊബൈൽ ക്യാമറ വഴി അത് വലിയ തെളിവായി മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് NIAക്ക് ഇത് സംബന്ധിച്ചുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസി വിശദമായി തന്നെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചും വരികയാണ്. റോഷ്നി, അതിൽ നമുക്കറിയാമല്ലോ നേരത്തെ വന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പല ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ട് അവിടെ നിന്നുള്ളതായിട്ട്. പക്ഷെ അതിലൊക്കെ ഈ ഭീകരവാദികളെ നേരിട്ടങ്ങനെ കാണുകയോ നമുക്ക് അവരുടെ മുഖമോ ഒന്നും കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളായിരുന്നില്ല. പക്ഷേ ഇത് ഭീകരവാദികളാണോ എന്നത് സ്ഥിരീകരണം വരേണ്ടതുണ്ടെങ്കിലും വളരെ അടുത്തു നിന്നുള്ള ഒരു ദൃശ്യം എന്ന തലയ്ക്ക് ഇത് വളരെ പ്രാധാന്യം നൽകുന്നുണ്ടോ NIA? ഉറപ്പായും പ്രാധാന്യം നൽകുന്നുണ്ട്. അത് തന്നെയാണ് ശ്രീജിത്തിൻ്റെ മൊഴിയെടുക്കുന്നതിലേക്ക് നയിച്ചത്. പൂനെയിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയാണ് ശ്രീജിത്ത്. ഇത് അന്വേഷണത്തിന് സഹായകരമാകും വിധം തന്നെ ഇത് പുറത്തേക്ക് വിട്ടു എന്നുള്ളത് പ്രശംസനീയമായ കാര്യമാണ്. ശ്രീജിത്ത് പിന്നീട് പരിശോധിക്കുമ്പോൾ മകളുടെ വീഡിയോ എടുക്കുന്നു. പിന്നീട് ഈ സന്ദർശനമൊക്കെ കഴിഞ്ഞ് പരിശോധിക്കുമ്പോഴാണ് ഇതിൽ ചെറിയൊരു സാമ്യമുണ്ടല്ലോ എന്ന ചിന്ത വരുന്നത്. ഉടനെ തന്നെ കൂടുതൽ പരിശോധന നടത്തുകയും പിന്നീട് ഇത് പുറത്തുവിടുകയുമായിരുന്നു. ഏതായാലും ഒരു മലയാളിയുടെ ക്യാമറയിൽ ഭീകരരുടെ ദൃശ്യങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇപ്പോഴും സംശയമാണ്, സ്ഥിരീകരണം ആവശ്യമാണ്. അന്വേഷണ സംഘം, അന്വേഷണ ഏജൻസികളാണ് നൽകേണ്ടത്. ഏതായാലും ഒരു നിർണായക തെളിവിലേക്ക് ഇത് എത്തുന്നു. റോഷ്നി, ഓക്കെ, എന്തായാലും പരിശോധനകൾ നടക്കട്ടെ. ഇത് എന്തെങ്കിലും തെളിവുകൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഇതൊരു നിർണായക ദൃശ്യം തന്നെയായി മാറും.